അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS-ൻ്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് 13.5. അപ്പോൾ 13.5-ൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ഫീച്ചേഴ്സിന് വലിയ ഫീച്ചേഴ്സ് ഇല്ല, കുറച്ച് ചെറിയ കുറച്ച് ഫീച്ചേഴ്സും പിന്നെ 13.4.1 അതിൻ്റെ കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ മുമ്പത്തെ വെർഷൻ്റെ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയൊരു ചെറിയൊരു അപ്ഡേഷനാണ്. ചെറിയ അപ്ഡേഷൻ ചെറുതായിട്ടൊന്ന് വരുന്ന എല്ലാം ഒന്ന് അഴിച്ചു പണിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതായത് വിൻഡോസ് അല്ല ഐഫോൺ നമ്മുടെ iOS-ൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, iOS-ൽ എങ്ങനെയാണ് അപ്ഡേറ്റ്. അപ്പം നിങ്ങളിത് ഇവിടെ ഒരു 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് മിക്കതിലും കാണിക്കത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ കയറി ചെക്ക് ചെയ്യണം, എന്നാലേ കാണിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകത്തില്ല. അപ്പം നമ്മൾ മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൻ്റെ അകത്ത് ജനറൽ സെറ്റിങ്സ് എന്ന് പറയുന്ന സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് OS, അപ്പോൾ മിക്കവർക്കും അറിയത്തില്ല എങ്ങനെയാണ് OS അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ പറയുന്നത്. സെറ്റിങ്സിൻ്റെ അകത്ത് ജനറൽ സെറ്റിങ്സിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നവരുണ്ട്. അപ്പം അത് ജസ്റ്റ് അവരെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് കാണിച്ചിരിക്കുന്നത് ഇൻസ്റ്റാൾ എന്നാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻസ്റ്റാൾ എന്നല്ല അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് എന്നായിരിക്കും ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചാറുകൊണ്ടാണ് അവർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ എത്ര ഉള്ളു 13.5 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം കൊറോണയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേസ് ID-യിൽ മറ്റേ മാസ്ക് വെച്ചിട്ടുള്ള ഫേസ് ID ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പം പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എന്താ സംഭവം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ആദ്യം ഡൗൺലോഡിങ്, അത് കഴിഞ്ഞ് പിന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് അടിക്കാം. ഓക്കെ, അപ്പം അതാ ഇവിടെ ഇൻസ്റ്റാളിങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇവിടെ ഇൻസ്റ്റാളിങ് തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പം അവർ വെരിഫൈ അപ്ഡേറ്റിംഗ് എന്നൊക്കെ നോക്കി അവർ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പം നമുക്ക് ഈ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ, നെക്സ്റ്റ് ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. 2 വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് അടുത്ത വീഡിയോ ജസ്റ്റ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഞാനൊരു എൻഡ് സ്ക്രീൻ വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സെക്കൻഡ് വീഡിയോസ് കിട്ടും. അപ്പം ഇതിപ്പം റീസ്റ്റാർട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എന്താ പുതിയ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 3-4 ഫീച്ചേഴ്സേ ഉള്ളൂ. വലിയ ഫീച്ചേഴ്സൊന്നും അല്ല, അത് ചെറിയൊരു ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ചെറിയ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 4G എനിക്കിപ്പോൾ അത് 4G എന്ന് വെച്ചാൽ സ്പീഡ് കുറച്ച് കുറവാണ്. സ്പീഡും പിന്നെ അതിൻ്റെ ഒരു ഇത് ഒക്കെ കുറച്ച് കുറവാണ്. 4G നെറ്റ്വർക്ക് അതെല്ലാവരും ഇത് ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വട്ടം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട്. അപ്പം അവർ പറഞ്ഞേക്കുന്ന ഈ 4Gയുടെ ആ നേരത്തെ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂവും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവർ സോൾവ് ചെയ്തെന്നാണ് പറയുന്നത്. പിന്നെ അതായത് മാസ്ക് വെച്ച് ഫേസ് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ID ഡിറ്റക്ട് ചെയ്യത്തില്ല. അപ്പോൾ അവർ അതിൻ്റെ പുതിയ ഒരു അപ്ഡേഷൻ എടുത്തിട്ടുണ്ട്. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ID ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പുതിയൊരു അപ്ഡേഷനാണ്. പിന്നെ കൊറോണയുടെ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഹെൽത്ത് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വയ്യാതെ ആക്സിഡൻ്റ് ആയിട്ട് വല്ലതും കിടക്കുകയാണെങ്കിൽ ഹെൽത്ത് ID നമ്മുടെ സ്ക്രീനിൻ്റെ ലോക്ക് സ്ക്രീനിൽ തന്നെ കാണിക്കും. അപ്പോൾ അത് വെച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാം, നമ്പർ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ID എന്ന് പറയുന്ന സംഭവം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കോളിൻ്റെ അതായത് വീഡിയോ കോളിൽ ആരാണ് സംസാരിക്കുന്നത് അയാളെ പോപ്പപ്പായി കാണിക്കുക. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് വീഡിയോ കോൾ 4 പേരുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരാൾ സംസാരിച്ച് അയാളെ വീഡിയോ പോപ്പപ്പായി കാണിക്കുക, അതായത് സ്പീച്ച്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഇപ്പം iOS 13.5-ൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ ശരിയാക്കി എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത് അപ്ഡേറ്റ് ആയി വരണം. അപ്പം ഇതിന് കുറച്ച് സമയം പിടിക്കും. ഇത് നോക്കാം എത്ര സമയം പിടിക്കുമെന്ന്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേഷൻ ചെയ്തു, എല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഞാനിവിടെ മെസ്സേജ് തന്നെ വന്നിരിക്കുകയാണ്. അപ്പം എത്രയാണ് 13.5 ഹാസ് ബീൻ യുവർ ഫോൺ ഇവിടെയാണ് യുവർ ഫോൺ ഹാസ് ബീൻ അപ്ഡേറ്റഡ് 13.5. അപ്പോൾ 13.5 ഇവിടെ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം 13.5-ൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഒന്ന് ഫേസ് ID ആദ്യം എടുക്കത്തില്ലല്ലേ? ഓക്കെ, പിന്നെ ക്യാമറ വെച്ചാൽ ഫേസ് ID. ഓക്കെ, അപ്പം ഇതാണ് 13.5.
നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കാം അപ്ഡേഷൻ ആണോ, അപ്ഡേഷൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ജനറലിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കണ്ടല്ലോ, 13.5 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. 13.5 അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 13.5 അതിൻ്റെ മോഡ് ഫ്രെയിം കണ്ടല്ലോ. മോഡ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ 1.06.00 അതാണ് ഫ്രെയിം വർക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എൻ്റെ എയർടെൽ ക്യാരി എയർടെൽ ഫ്ലൈ 13.5.1 അപ്ഡേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കണം. അപ്പം ഇതാണ് അപ് ടു ഡേറ്റ്. യുവർ സോഫ്റ്റ്വെയർ ഈസ് അപ് ടു ഡേറ്റ് എന്ന് പറയുന്നുണ്ട്. 13.5 എന്ന് പറയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ ബൈ, സീ യു.